ചില രക്ഷിതാക്കൾ മക്കൾ തങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു സ്നേഹബന്ധത്തിലേക്ക് പോയി, ആ ബന്ധം വിവാഹത്തിലേക്ക് എത്തിപ്പെട്ടു എന്നതിൻ്റെ പേരിലൊക്കെ മക്കളോട് റിയാക്ട് ചെയ്യുന്ന രീതി ചിലപ്പോൾ സൂയിസൈഡ് സ്വീകരിച്ചുകൊണ്ടൊക്കെയാണ്. പല വാർത്താ ചാനലുകളിൽ നമ്മൾ ഈ അടുത്ത കാലത്തായിട്ടൊക്കെ അത്തരം വാർത്തകൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഒരു ആത്മഹത്യ തിരഞ്ഞെടുക്കാൻ രക്ഷിതാക്കൾ അങ്ങനെ ഒരു ആത്മഹത്യ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം കുട്ടികൾ അവരുടെ ഇഷ്ടത്തിനൊരു തീരുമാനമെടുത്തു എന്നതിൻ്റെ പേരിൽ ചിലപ്പോൾ അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു ബന്ധം, അല്ലെങ്കിൽ സമൂഹം നമ്മുടെ സ്റ്റാറ്റസിന് പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ മതപരമായ വിശ്വാസങ്ങൾക്ക് പറ്റാത്ത, അല്ലെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിന് പറ്റാത്ത, അങ്ങനെ പല ഏതെങ്കിലും രീതിയിൽ രക്ഷിതാക്കൾക്കോ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ബന്ധം തിരഞ്ഞെടുക്കുന്നതിൻ്റെ പേരിലാവും പലപ്പോഴും രക്ഷിതാക്കൾ ഈ ബന്ധങ്ങളെ എതിർക്കുന്നത്. അത് ശരിയാണ്. അത് മക്കളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടും മക്കൾ അതിന് തയ്യാറാവുന്നില്ല. അവർക്ക് ഈ ബന്ധം കൂടിയേ പറ്റൂ എന്ന ഒരു തീരുമാനത്തിലേക്ക് അവർ പോവുകയാണെങ്കിൽ അവരുടെ ഇഷ്ടത്തിന് വിടുകയല്ലാതെ അവരോട് പ്രതിഷേധിച്ച് നമ്മൾ ഒരു ആത്മഹത്യയൊക്കെ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു കുട്ടിക്കും അവരുടെ സ്വന്തമായി അവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്. അവർക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള അവകാശമുണ്ട്. രക്ഷിതാക്കൾ എന്ന രീതിയിൽ നമുക്ക് അവരെ വളർത്താനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുമുള്ള കടമകളുണ്ട്. അത് നമ്മുടെ ഉത്തരവാദിത്തം തന്നെയാണ് എന്ന് കരുതി നമ്മൾ ചെയ്തു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ റിട്ടേൺ പ്രതീക്ഷിക്കുകയും നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ തന്നെ മക്കൾ വരണമെന്ന് ആഗ്രഹിച്ചാലും ഇന്നത്തെ കാലത്ത് അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം കുട്ടികൾക്ക് അവരുടെ ഫ്രീഡം കൊടുക്കുക, അവരുടെ തെറ്റായ രീതികൾ കാണിച്ചു കൊടുക്കുകയും നേരായ വഴിയിലേക്ക് നടത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരു പേരൻസിൻ്റെ കടമ തന്നെയാണ്. പക്ഷേ എന്നിട്ടും നമ്മൾ മാക്സിമം ശ്രമിച്ചിട്ടും ആ രീതിയിൽ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ അവരൊരു ബന്ധം അവരുടെ ഇഷ്ടത്തിന് തിരഞ്ഞെടുത്തു എന്നതിൻ്റെ പേരിൽ നമ്മൾ ഒരിക്കലും ആത്മഹത്യ തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല. കാരണം മക്കളുടെ കാര്യത്തിൽ ഓവർ പ്രതീക്ഷകൾ കൊടുക്കുന്ന രക്ഷിതാക്കളാണ് പൊതുവെ ഇത്തരത്തിലുള്ള തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. കാരണം നമുക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സമൂഹത്തോട് നമ്മൾ എന്ത് പറയും, ആളുകളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ നമ്മൾ എന്ത് ആൻസർ പറയും എന്നുള്ള പല കാര്യങ്ങളും ഓർത്തിട്ടാവും ചിലപ്പോൾ മെൻ്റലി സ്ട്രെസ്സായിട്ടാവും ഇത്തരത്തിലൊരു കടുങ്കൈ അവർ ചെയ്യുന്നത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഓവറായിട്ട് ഒരു പ്രതീക്ഷ മക്കളിലായാലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള നിരാശകൾ വരുന്നത്, നമ്മൾ ഇത്തരത്തിലുള്ള കടുങ്കൈകൾ ചെയ്യുന്നതും. അവരുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വിടുക. നമ്മൾ ചില പേരൻസ് കാണാറുണ്ട്, മക്കൾ എന്തെങ്കിലും ഒരു തീരുമാനമെടുക്കുമ്പോൾ ആത്മഹത്യ ഭീഷണി മുഴക്കുന്ന രക്ഷിതാക്കളുണ്ട്. നീ ഇന്ന കാര്യം എടുത്താൽ, നീ ഇന്നത് ചൂസ് ചെയ്താൽ പിന്നെ എന്നെ കാണില്ല, ഞാൻ മരിക്കും, ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പല ഉമ്മമാരും അങ്ങനെ ഭീഷണിപ്പെടുത്ത് തങ്ങളുടെ ഇഷ്ടങ്ങളിലേക്ക് മക്കളെ കൊണ്ടുവരാറുണ്ട്. പക്ഷെ അതിൻ്റെ ആവശ്യമുണ്ടോ? കാരണം മക്കൾക്കും അവരുടേതായ ഇഷ്ടങ്ങളും പ്രത്യേകിച്ച് ഒരു ലൈഫ് പാർട്ട്ണറെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം കുട്ടികൾക്കുണ്ട്. അവർക്ക് ഇഷ്ടമില്ലാത്തൊരു ബന്ധത്തിലേക്ക് അവരെ തള്ളിവിട്ട് ജീവിതകാലം മുഴുവൻ മെൻ്റൽ സ്ട്രെസ്സ് അവർക്ക് കൊടുക്കുന്നതിലേക്ക് നല്ലത് അവർക്ക് ഒത്തുപോകാൻ പറ്റുന്ന, അവർക്ക് സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരു പാർട്ട്ണറെ അവരായിട്ട് തിരഞ്ഞെടുത്താൽ അതല്ലേ അവർ മരണം വരെ സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതല്ലേ ഏതെങ്കിലും ഒരു പേരൻസിൻ്റെയും സന്തോഷവും സമാധാനവും. പക്ഷേ നമ്മളുടെ ഇഷ്ടങ്ങൾക്കല്ലേ, നമ്മുടെ സമൂഹത്തെയും നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെയും എല്ലാ ഇഷ്ടങ്ങളും കൺസിഡർ ചെയ്ത് മക്കളെ ഏതെങ്കിലും ഒന്നൊരു ബന്ധത്തിലേക്ക് തള്ളിവിടുമ്പോൾ, അല്ലെ അവരുടെ ഇഷ്ടത്തിന് എതിരായി നിന്ന് വേറൊരു പാർട്ട്ണറെ അവർക്ക് വേണ്ടി കണ്ടെത്തി അത് സാറ്റിസ്ഫൈഡ് അല്ലാതെ എന്നും നിരാശയോടുകൂടി ഒരു ജീവിതകാലം മുഴുവൻ തള്ളി അതിലും ബെറ്റർ അവർക്കിഷ്ടമുള്ള ഒരു പാർട്ട്ണറെ തിരഞ്ഞെടുത്ത് സമാധാനപരമായി അവർ ജീവിച്ചു പോട്ടെ എന്ന് ചിന്തിക്കുന്നതല്ലേ നമ്മൾ കുറച്ചുകൂടെ ഇടുങ്ങിയ ചിന്താഗതി കൊണ്ട് നടക്കാതിരിക്കലല്ലേ നല്ലത്. പിന്നെ ഇത്തരത്തിൽ ഈ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്ന പല രക്ഷിതാക്കളും ചിലപ്പോൾ ഒരൊറ്റ കുട്ടിയാവും, അല്ലെങ്കിൽ ഒരാൺകുട്ടി, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി മാത്രം, മറ്റു കുട്ടികൾ അവർക്കുണ്ടാവുന്നില്ല. ഈ പ്രതീക്ഷകൾ മുഴുവൻ ഈ കുട്ടിയിലാണ്, ഇവരുടെ ഫ്യൂച്ചർ. ഈ കുട്ടിയെ ചുറ്റിപ്പറ്റിയാണ് എല്ലാ കാര്യങ്ങളും
അവർക്ക് ഇവരാണ് രോഗം, ഈ കുട്ടികളാണ് അവരുടെ രോഗം. അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ കാര്യങ്ങളും ടു സെറ്റ് കാര്യങ്ങളിൽ ഓവർ പ്രതീക്ഷയോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഇന്ന രീതിയിൽ എൻ്റെ മക്കൾ വളരണം, ഇന്ന ജോലി തിരഞ്ഞെടുക്കണം, ഇന്ന രീതിയിലുള്ള പാർട്ട്ണർ തിരഞ്ഞെടുക്കണം, അല്ലെങ്കിൽ ഇന്ന രീതിയിലായിരിക്കണം എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷകൾ രക്ഷിതാക്കൾ ഇങ്ങനെ കൂട്ടിവെച്ച് അത് മക്കളിലേക്ക് അടിച്ചേൽപ്പിക്കുമ്പോൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളും അവരുടേതായ പ്രതീക്ഷകളും, അവർക്കൊരു ജോലി അവർക്ക് പഠിക്കേണ്ടതായ ഒരു കോഴ്സ് ചൂസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ജോലി തിരഞ്ഞെടുക്കാൻ, അവർക്ക് ഏത് രാജ്യത്ത് ജീവിക്കണം, അല്ലെ ഏത് രീതിയിലൊരു പാർട്ട്ണറെ ചൂസ് ചെയ്യണമെന്നൊക്കെ തീരുമാനിക്കുള്ള അവർക്കും അവരുടേതായ തീരുമാനങ്ങളും ഇഷ്ടങ്ങളുമുണ്ട്. അത് നമ്മൾ അനുവദിച്ച് കൊടുത്തേ മതിയാവും. അല്ലാതെ ഈ ഒറ്റ പേരൻസ്, ചില രക്ഷിതാക്കളെ കാണാറുണ്ട്, സംസാരിക്കുമ്പോൾ പറയാറുണ്ട്, ഒറ്റ കുട്ടിയൊക്കെ ഉള്ള രക്ഷിതാക്കൾ പറയാറുണ്ട്, അടുത്തൊരു കുട്ടി നമ്മൾ അടുത്തൊരു കുട്ടിയെക്കുറിച്ച് ആലോചിക്കാത്തത് ഇവർ മകനോ മകളോ അവർക്ക് കൊടുക്കുന്ന സ്നേഹം കുറഞ്ഞു പോകും. ഇനി ഒരു കുട്ടിയും കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ കുട്ടിക്ക് കൊടുക്കുന്ന സ്നേഹം കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഫെസിലിറ്റീസുകൾ അത്രത്തോളം നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റില്ല ഇനി ഒരു കുട്ടി കൂടെ വന്നാൽ. അതുകൊണ്ടാണ് നമ്മൾ വേറൊരു കുട്ടിയെക്കുറിച്ച് ചിന്തിക്കാത്തത് എന്നൊക്കെ പല പേരൻസും പറഞ്ഞു കേൾക്കാറുണ്ട്. ചില പേരൻസ് പറയാറുണ്ട്, മൂത്ത ഒരു കുട്ടി ആ കുട്ടിക്ക് ഇഷ്ടമില്ല ഇനി ഒരു കുട്ടി വരുന്നത്, കാരണം എന്നോടുള്ള സ്നേഹം പപ്പക്കും അമ്മക്കും കുറഞ്ഞു പോകും ഇനിയൊരു കുട്ടി കൂടെ ഉണ്ടായാൽ, അതുകൊണ്ട് ഇനിയൊരു കുട്ടിയെ വേണ്ടെന്ന് ചില മക്കൾ പറയുന്നത് കൊണ്ട് കുട്ടികളെ വേണ്ടെന്ന് വെക്കുന്ന രക്ഷിതാക്കളുമുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പേരൻസിന് ഈ മക്കളാണ് എല്ലാ പ്രതീക്ഷകളും ഈ മക്കളിലേക്ക് കൊടുത്ത് ഇവരെ വളർത്തുമ്പോൾ എന്തെങ്കിലും ഒരു അനിഷ്ടം എവിടെയെങ്കിലും സംഭവിക്കുമ്പോഴാണ് ഇവർ ആത്മഹത്യയിലേക്കൊക്കെ പോകുന്നത്. മക്കളെ കണ്ടും മാമ്പോ കൊണ്ടും കണ്ടും മോഹിക്കരുത് എന്ന വൈലോപ്പിള്ളിയുടെ ഒരു കവിതയിൽ പറയുന്നുണ്ടല്ലോ. മക്കളെ കണ്ട് നമ്മൾ മോഹിക്കരുത് എന്ന് തന്നെയാണ്. കാരണം നമ്മൾ മുന്നോട്ട് മക്കൾ നമ്മളുടെ കൂടെ എല്ലാ സമയത്തും ഉണ്ടാകുമോ, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും നാളെ മുന്നോട്ടെന്ന് നമുക്ക് പറയാൻ പറ്റാത്ത സിറ്റുവേഷനാണ്. അതുകൊണ്ട് തന്നെ ഒരു ഓവർ പ്രതീക്ഷകൾ കൊടുത്ത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മക്കൾ ചെയ്യുന്നതിൻ്റെ പേരിൽ ആത്മഹത്യയിലേക്കൊന്നും പോവാതിരിക്കുക. നമുക്ക് നമ്മുടേതായ കാര്യങ്ങളിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുക. മക്കൾക്കും അവരുടേതായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് മനസ്സിലാക്കി അങ്ങനെ സംഭവിച്ചു പോയാൽ വേദന ഉണ്ടാവും. സ്വാഭാവികമായി ഏതൊരു രക്ഷിതാക്കൾക്കും അതിൽ സങ്കടമുണ്ടാവും, വേദന ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷേ അത് നമ്മൾ തരണം ചെയ്ത് മുന്നോട്ട് പോയേ പറ്റത്തുള്ളൂ. ഒരു ആത്മഹത്യയിലേക്കൊന്നും പോകുന്നതിനെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഒരു കുട്ടി ഉണ്ടെന്ന് കരുതി ഇനി ഒരു കുട്ടി വേണ്ട, അല്ലെങ്കിൽ ആ കുട്ടിയോടുള്ള സ്നേഹം കുറഞ്ഞു പോകുമെന്നതിൻ്റെ പേരിൽ വേറൊരു കുട്ടി വേണ്ട എന്നുള്ള തീരുമാനത്തിലേക്കൊന്നും പോവാതിരിക്കുക. അങ്ങനെയൊന്നുമില്ല. എത്ര കുട്ടികളുണ്ടെങ്കിലും എല്ലാവരോടും നമുക്ക് ഒരേപോലെ തന്നെ സ്നേഹമുണ്ടാവും. പിന്നെ നമുക്ക് പറ്റുന്ന രീതിയിൽ അവർക്ക് വേണ്ട കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ കാലഘട്ടത്തിലാണല്ലോ നമ്മൾ ഒന്നോ രണ്ടോ കുട്ടികൾ മതി, അവർക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് നല്ല രീതിയിൽ ചെയ്യണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. പക്ഷേ പണ്ടുള്ളവർ അങ്ങനെ ഉണ്ടായിരുന്നില്ലല്ലോ. പണ്ടുള്ള ആളുകൾ എത്ര കുട്ടികളുണ്ടായാലും ബുദ്ധിമുട്ടായാലും കഷ്ടപ്പാടായാലും അവർ വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ലൈഫിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾ ഏത് ലക്ഷറി ആയാലും ബുദ്ധിമുട്ടിലായാലും ജീവിക്കുക എന്ന് ചെയ്യും ആളുകൾ. കുറച്ച് ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളൊക്കെ അറിഞ്ഞ് തന്നെ കുട്ടികൾ വളരണം. എങ്കിലേ ഫ്യൂച്ചറിൽ ഒരു ഭാവി ഒരു പോസിറ്റീവായിട്ട് കാണാനും എന്തെങ്കിലും നേടിയെടുക്കണമെന്നുള്ളൊരു വാശിയും താല്പര്യമൊക്കെ കുട്ടികളിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ കുറഞ്ഞു പോകും. അവരെ എല്ലാം ഫുൾ ഹാപ്പി ആയിട്ട് കാര്യങ്ങൾ നോക്കണം. അതുകൊണ്ട് എനിക്കിനി ഒരു കുട്ടിയെ വേണ്ട എന്നുള്ള തീരുമാനത്തിൽ ഒക്കെ എത്തി ഒരു കുട്ടിയിൽ മാത്രം അറൗണ്ട് നമ്മളിങ്ങനെ കറങ്ങി അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യം വരുമ്പോഴത്തേക്ക് തകർന്നു പോകുന്ന പേരൻസാണ് നമ്മളെല്ലാവരും. ഈ പറയുന്ന നമ്മളായാലും കുട്ടികൾ നമുക്കിഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്ക് നമ്മളാകെ ടയർഡായി. പക്ഷേ അത് ഓക്കെ, ഇത് നമ്മുടെ കടമയാണ്. കുട്ടികൾ വളർത്തി നമ്മുടെ കടമകൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നു എന്ന് കരുതി ഓവറായിട്ട് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ട്
പൂർണ്ണമായ 100% അധികാരം എനിക്ക് മാത്രമേ ഉള്ളൂ. എൻ്റെ ഇഷ്ടങ്ങളിലേക്ക് അവർ വരണം. അല്ലെങ്കിൽ ഞാൻ ചെറുപ്പകാലത്ത് എനിക്ക് ചെയ്യാൻ പറ്റാതായ കാര്യങ്ങൾ എൻ്റെ മക്കളിലൂടെ നേടിയെടുക്കണം. ചിലപ്പോൾ അത് കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാവും. പക്ഷേ നമ്മളിങ്ങനെ അവരെ ബ്രെയിൻ വാഷ് ചെയ്ത് ഇന്നത് ചെയ്യണം എന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് അവരെ ഡിസ്റ്റർബ് ചെയ്യുന്ന എത്രയോ രക്ഷിതാക്കളുണ്ട്. നിങ്ങൾക്ക് കാണാം എത്രയോ കുട്ടികൾ ഒരുപാട് കോഴ്സുകൾ എടുത്ത് രക്ഷിതാക്കളുടെ താല്പര്യപ്രകാരം പല കോഴ്സുകളും എടുത്ത് പഠിക്കും. പഠനം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലുള്ള പഠിച്ച ആ വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും അവർക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്നില്ല. അഥവാ തിരഞ്ഞെടുത്താൽ തന്നെ ആ ജോബിൽ അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം അവരുടെ ഇഷ്ടത്തിനല്ല, അവരുടെ രക്ഷിതാക്കളുടെ ഇഷ്ടത്തിന് ഊന്നൽ നൽകിക്കൊണ്ടാണ് ഈ സ്റ്റഡി ചെയ്തതും ജോബ് തിരഞ്ഞെടുത്തതൊക്കെ. അപ്പോൾ അവർക്ക് ആ ഫീൽഡിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരുപാട് ആളുകളുടെ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ കാണാറുണ്ട്. പക്ഷേ അവർക്ക് പൂർണ്ണ ഫ്രീഡം കൊടുക്കുക എന്നുള്ളതാണ്. അഥവാ നമ്മുടെ മക്കളുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റമോ വന്നു പോയാൽ നമ്മൾ ഓവറായിട്ട് ചിന്തിച്ച് അത് ഒരു ആത്മഹത്യയിലേക്കൊന്നും പോവാതിരിക്കുക. അവർക്ക് അവരുടെ ഫ്രീഡം അവരുടെ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമാണ്. പക്ഷേ മക്കളുടെ ഭാഗത്തുനിന്നും പേരൻസിനെ കുറച്ചൊരു ചിന്ത ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം പേരൻസിന് ഒട്ടും പറ്റാത്ത ഒരു ബന്ധത്തിലേക്ക്, ഒട്ടും പറ്റാത്ത ഒരു വഴിയിലേക്ക് നമ്മൾ പോവരുത് എന്നുള്ളൊരു ചിന്ത മക്കൾക്കും ഉണ്ടായാൽ അത്രയും നല്ലത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ പുറത്ത് എന്തൊക്കെ സംഭവിക്കുന്നു, കുട്ടികൾ ഏതൊക്കെ രീതിയിലേക്ക് പോകുമെന്ന് നമുക്കാർക്കും ഒരു 100% ഉറപ്പ് പറയാൻ പറ്റാത്ത കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും നെഗറ്റീവായ ഒരു കാര്യം മക്കളുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിൽ പൂർണ്ണമായും തകർന്ന ഒരു ആത്മഹത്യയിലേക്കൊന്നും ഒരു രക്ഷിതാക്കളും പോവാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു.